വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മാക്രോണി പോലെയാണ്. നമ്മൾ ഇഫ്താറിനും അതുപോലെ പാർട്ടികളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഈ കഴിഞ്ഞ മെഹ്റാജ് നോമ്പിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. ആദ്യം നമ്മൾ പോളക്ക് വേണ്ടിയിട്ട് മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് കൊടുക്കുക ചിക്കന്. ഇനി അടുത്തതായിട്ട് നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് മാക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കുക, അതൊന്നും വിഷയമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ അര കപ്പ് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ അര കപ്പ് മാക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാക്രോണി ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മാക്രോണി കുക്കാകുന്ന വരെ ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ ഫ്രൈ ആക്കിയ പാനിലേക്ക് തന്നെ ഞാനിപ്പോൾ 2 ഉള്ളി ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ എരിവിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം എരിവ് ആവശ്യമുള്ള ആളെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളകിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ ഇവിടെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു അരക്കപ്പ് അളവിൽ മാക്രോണിക്ക് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്രോണി കൂട്ടിയെടുക്കുമ്പോൾ മുട്ടൻ്റെ അളവും കൂട്ടിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ മുട്ടൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാക്രോണി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാക്രോണിൻ്റെ ഒക്കെ ചൂട് പോയതിന് ശേഷം മാത്രമേ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാക്രോണിക്കും അതുപോലെ മസാലക്കും ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തുകൊണ്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലേൻ്റെ ഒക്കെ ചൂട് പോയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫുള്ളായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മാക്രോണി പോള ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിടുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ ആദ്യം മറിച്ചിട്ടിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടിപ്പോവാണ്ട് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ മറിച്ചിടുമ്പോൾ ചെറുതായിട്ടൊന്ന് സൈഡിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ബനാന സ്ട്രോബെറി ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബനാനയും അതുപോലെ ഒരു 4 സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും അതുപോലെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈം ആയിട്ടുണ്ടായിന്, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എല്ലാം റെഡിയാക്കലാണ്. പിന്നെ ഇതാ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ വേണ്ടവർ ഒന്ന് ചാനലിൽ കയറി നോക്കാം. ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ 2-3 തവണ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാണ്ടുന്നത്. അപ്പോൾ വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പോള റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഫ്താറിനും അതുപോലെ പാർട്ടികളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തിട്ട് ഇതാ നോമ്പ് ഇറക്കലാണ്. അപ്പോൾ ഇക്ക ഉണ്ടായിട്ടില്ല കേട്ടോ. ഇക്ക വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിനേനു. അപ്പോൾ ഇക്ക വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. വേഗം തന്നെ നിസ്കരിക്കാനെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കാം. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.